നമസ്കാരം, ഫഹദ്സ് മാസ്റ്ററിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 മാത്സിലെ ആദ്യത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിനെ പറ്റിയാണ്. ഈ ഒരു റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നമ്മൾ +1ലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ നോക്കിയത് എന്താണെന്ന് വെച്ചാൽ എന്താണ് റിലേഷൻ എന്നും എന്താണ് ഫങ്ഷൻ എന്നും പിന്നെ ഫങ്ഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസുമാണ്. ഇവിടെ നോക്കിയാൽ ഈ ഒരു ചാപ്റ്ററിൽ +2ൽ അത്യാവശ്യം ബ്രീഫായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് ഈ ഒരു പാഠത്തിൽ പോയാൽ എന്താണുള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ വരുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റാണ്. 2 സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അഥവാ ക്രോസ് പ്രോഡക്റ്റ്. രണ്ടാമതായിട്ട് വരുന്നത് റിലേഷൻസ് ആണ്. എന്താണ് റിലേഷൻ? മൂന്നാമതായി വരുന്നത് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. റിലേഷൻസിൻ്റെ ടൈപ്സ്. ആദ്യത്തെ ഈ ഒരു 3 ടോപ്പിക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു 3 കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യും. നാലാമതായി നമുക്ക് വരുന്നത് എന്താണ് ഫങ്ഷൻസ് എന്നാണ്. ഈ ഫങ്ഷൻസും പിന്നെ ടൈപ്സ് ഓഫ് ഫങ്ഷൻസും ഫങ്ഷൻസിൻ്റെ ടൈപ്സും നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ 2 പാർട്ടായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ വരുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റാണ്. 2 സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അഥവാ ക്രോസ് പ്രോഡക്റ്റ്. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് ഞാൻ തന്നിട്ടുണ്ട്. ഇവിടെ എയ്ക്കകത്ത് എത്ര ആൾക്കാരാണ്? 1ഉം 2ഉം. അപ്പോൾ n ഓഫ് എ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ക്രോസ് എ വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതാൻ വേണ്ടി സാധിക്കും. എ ക്രോസ് എ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ +1ൽ എഴുതാൻ വേണ്ടി പഠിച്ചതാണല്ലേ. 1 1 1 2 then 2 1 and 2 2. അപ്പോൾ ഇതാണ് നമ്മുടെ എ ക്രോസ് എ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നമുക്ക് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ n ഓഫ് എ, അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സെറ്റ് എ ചേഞ്ച് ആയിട്ടുണ്ട്. നേരത്തെ 2 ആയിരുന്നു, ഇവിടെ 3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ക്രോസ് എ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ വേണ്ടി സാധിക്കും? എ ക്രോസ് എ ഈക്വൽ ടു 1 1 1 2 1 3 then 2 1 2 2 2 3 കഴിഞ്ഞില്ല 3 1 3 2 3 3. അപ്പോൾ ഇതാണ് നമ്മുടെ എ ക്രോസ് എ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് 3 ആയിട്ട് വരുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റ് ഇതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് പോകുമ്പോൾ എന്താണ് റിലേഷൻ എന്ന് നോക്കാം. ഞാൻ ഇവിടെ എ എന്നും ബി എന്നും പറയുന്ന 2 നോൺ എംപ്റ്റി സെറ്റിനെ എടുക്കുന്നു. അതായത് എ എന്നും ബി എന്നും പറയുന്ന 2 എംപ്റ്റി അല്ലാത്ത സെറ്റിനെ ഞാൻ എടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എപ്പോഴും എ ക്രോസ് ബിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അതായത് ഇവരുടെ ക്രോസ് പ്രോഡക്റ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അതായത് ഇത് സെറ്റ് എ ആണ്, ഇത് സെറ്റ് ബി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ ആർ ആണ്. ആ ഒരു റിലേഷൻ ആർ എപ്പോഴും എ ക്രോസ് ബിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. റിലേഷൻ ആർ ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ഈക്വൽ ടു സെറ്റ് 1,2 എന്ന് ഞാൻ തന്നിട്ടുണ്ട്. അവിടുത്തെ എ ക്രോസ് എ നമ്മൾ നേരത്തെ എഴുതിയതാണ്. എങ്ങനെയാണ്? 1 1 1 2 2 1 and 2 2. അപ്പോൾ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ റിലേഷൻ R1 എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ്. ഡിഫൈൻഡ് ബൈ a, b such that set of all ordered pair a, b such that a plus b greater than 0. എയും ബിയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 0നെ കാട്ടി കൂടുതൽ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയടാ, ഇവിടെ എ ക്രോസ് എ എന്ന് പറയുന്നത് 1 1 ആണ്, 1 2 ആണ്, 2 1 ആണ്, 2 2 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഓർഡേഡ് പെയർ a, b ഫോർമാറ്റ് അല്ലേ. ഇവിടെ a, b ഫോർമാറ്റിലാണ്, ഇവിടെ a, b ഫോർമാറ്റിലാണ്, ഇവിടെ a, b ഫോർമാറ്റിലാണ്, പിന്നെ ഇവിടെയും എന്താണ്? a, b ഫോർമാറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എലമെന്റ് ആയ 1 1നെ നമ്മൾ ഒന്ന് വെറുതെ കൂട്ടി നോക്കിയേ. 1 + 1 2 എന്ന് കിട്ടും. രണ്ടാമത്തെ എലമെന്റ് 1,2നെ നമ്മൾ വെറുതെ ഒന്ന് കൂട്ടി നോക്കിയേ. 1 + 2 3 എന്ന് കിട്ടും. 2 + 1 3 എന്ന് കിട്ടും. നാലാമത്തെ എലമെന്റ് 2,2 ആണ്. അപ്പോൾ ഇവനെ ആഡ് ചെയ്താൽ നമുക്ക് 4 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാ പേരും ആഡ് ചെയ്യുമ്പോൾ 0നെ കാട്ടി കൂടുതലല്ലേ. അപ്പോൾ നമുക്ക് R1നെ എങ്ങനെ എഴുതാം? ഇവിടെ തന്നിരിക്കുന്നത് ഓർക്കുക, സെറ്റ് ബിൽഡർ ഫോമിലാണ്. നമ്മൾ അതിന് എന്ത് ചെയ്യണം? റോസ്റ്റർ ഫോമിലേക്കാണ് എഴുതേണ്ടത്. സെറ്റ് ബിൽഡർ ഫോം എന്താണെന്നും റോസ്റ്റർ ഫോം എന്താണെന്നും +1ലെ ആദ്യത്തെ ചാപ്റ്ററായ സെറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ a + b > 0 വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്? മൊത്തവും എലമെൻറ്റ്സും കൂട്ടിയാൽ 0നെയും കാട്ടി വലുതാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ എഴുതാം? 1,1 എന്ന് എഴുതാം, 1,2 എന്ന് എഴുതാം, 2,1 എന്ന് എഴുതാം, പിന്നെ 2,2 എന്നും എഴുതാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ റിലേഷൻ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വീണ്ടും എയിൽ നിന്ന് എയിലേക്കാണ്. വേർ R2 ഈക്വൽ ടു റിലേഷൻ 2 ഈക്വൽ ടു a, b സച്ച് ദാറ്റ് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു b. എ എന്ന് പറയുന്നത് ബിനെയും കാട്ടി ചെറുതോ അല്ലെങ്കിൽ ബിനോട് ഈക്വലോ ആയിരിക്കാം. അപ്പോൾ R2നെ നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് എഴുതാൻ വേണ്ടി നമുക്ക് എ ക്രോസ് എയിൽ ഒന്ന് നോക്കാം.
എ ക്രോസ് എ നോക്കിയാൽ ഇവിടെ എല്ലാ പേരും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓർഡേഡ് പെയർ എ കോമ ബിയുടെ ഫോർമാറ്റിലാണ് കിടക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്നത് ബീനെയും കാട്ടി ചെറുതായിട്ട് വരണം, അല്ലെങ്കിൽ ബിനോട് ഈക്വൽ ആയിരിക്കണം. ഇവിടെ 1 1 നോക്കിയേ, എ ബിനോട് ഈക്വൽ അല്ലേ, അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. 1,2 നോക്കിയേ, അവിടെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി അല്ലേ, അതായത് എ എന്ന് പറയുന്നത് ബിനെയും കാട്ടി ചെറുതാണ്, 1 എന്ന് പറയുന്നത് 2വിനെയും കാട്ടി ചെറിയൊരു നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൂന്നാമത്തെ ആളെ നോക്കിയേ, മൂന്നാമത്തെ ആള് ബിനെയും കാട്ടി വലുതാണ്, അപ്പോൾ മൂന്നാമത്തെ ആളെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. നാലാമത്തെ ആൾ നോക്കിയേ 2,2 ആണ്, അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, എ ബിനോട് ഈക്വൽ ആണ് അല്ലെങ്കിൽ ചെറുതാണ്. ഇവിടെ നോക്കിയേ ഈക്വൽ ആണ്, അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റോസ്റ്റർ ഫോമിൽ നമുക്ക് 1 1 1 2 then 2 2 എന്നും എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീണ്ടും ഞാൻ എയിൽ നിന്ന് എയിലേക്ക് ഒരു റിലേഷൻ നമ്പർ 3നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എ കോമ ബി സച്ച് ദാറ്റ് സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ പ്ലസ് ബി ലെസ് ദാൻ 0. എയും ബിയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 0നേക്കാൾ ചെറുത് കിട്ടണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യത്തെ ആളെ നമ്മൾ കൂട്ടുമ്പോൾ 2 കിട്ടും. രണ്ടാമത്തെ എലമെന്റ് 1,2 ആണ്. ഈ 1,2ലെ 1ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് 3 എന്ന് കിട്ടും. അടുത്തതായിട്ട് നോക്കിയേ 2,1 ആണ്, 2ഉം 1ഉം കൂടെ ആഡ് ചെയ്താൽ വീണ്ടും നമുക്ക് 3 എന്ന് കിട്ടും. നാലാമത്തെ എലമെന്റ് നോക്കിയേ, നാലാമത്തെ എലമെന്റ് എന്താണ്, 2,2 ആണ്. ആ 2ഉം 2ഉം നമ്മൾ ആഡ് ചെയ്താൽ 4 കിട്ടും. ഇവിടെ ഒരാളെ പോലും നമുക്ക് എന്തെന്ന് കിട്ടുന്നില്ല, കൂട്ടുമ്പോൾ 0നെ കാട്ടി ചെറുതായിട്ട് കിട്ടുന്നില്ല, ഒരാളെ പോലും കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ 3നെ നമുക്ക് നൾ സെറ്റ് എന്ന് എഴുതിക്കൂടെ, അതായത് എം ടി സെറ്റ് എന്ന് എഴുതിക്കൂടെ, എഴുതാം. എം ടി സെറ്റിനെ ഒന്നുകിൽ വെറും ബ്രേസസ് ആയിട്ടോ അല്ല എങ്കിൽ 5 ആയിട്ടോ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. നമ്മൾ +1 പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു നാലാമത്തെ റിലേഷൻ വീണ്ടും എയിൽ നിന്ന് എയിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് സെറ്റ് ഓഫ് ഓർഡേഡ് പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ ഗ്രേറ്റർ ദാൻ ബി, എ എന്ന് പറയുന്നത് ബിനെയും കാട്ടി കൂടുതലായിരിക്കണം. അങ്ങനെ വരുന്ന ആര് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. ഞാൻ വീണ്ടും ഇവിടെ എ ക്രോസ് എ എടുത്ത് എഴുതാം. എ ക്രോസ് എ ഈക്വൽ ടു 1 1 1 2 2 1 2 2. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ ബി ആണ്, എ എന്ന് പറയുന്നത് ബിനേക്കാൾ വലുതായിരിക്കണം. നോക്കിയേ ഇവിടെ എ ബിനോട് ഈക്വൽ ആണ്, അപ്പോൾ ഇതെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇവിടെ നോക്കിയേ എ ബിനേക്കാൾ ചെറുതാണ്, അപ്പോൾ ഇതെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷേ മൂന്നാമത്തെ ആളെ നോക്കിയേടാ, മൂന്നാമത്തെ എലമെന്റിൽ നോക്കിയാൽ എ ബിനെക്കാട്ടി വലുതാണ്, അപ്പോൾ ഇതിനെ എടുക്കാൻ വേണ്ടി സാധിക്കും. നാലാമത്തെ എലമെന്റ് നോക്കിയേ, അവിടെ എ ബിനോട് ഈക്വൽ ആണ്, അപ്പോൾ ഇതും എടുക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിലേഷൻ 4നെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതുമ്പോൾ എന്ത് മാത്രമേ വരത്തുള്ളൂ, 2,1 മാത്രമേ വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഞാൻ എയിൽ നിന്ന് എയിലേക്ക് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു റിലേഷനെ ഞാൻ 5ാമത്തെ റിലേഷൻ എന്ന് വിളിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ ഈക്വൽ ടു ബി എന്നാണ്. എ ഈക്വൽ ടു ബി. ഇവിടെ എയും ബിയും ഈക്വൽ ആയിട്ട് വരുന്ന എത്ര ആൾക്കാരാണ് ഉള്ളത്? ഇവിടെ എയും ബിയും ഈക്വൽ ആയിട്ട് വരുന്ന 2 ആൾക്കാരല്ലേ ഉള്ളൂ, അതായത് 1 1ഉം 2 2 മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ നമ്പർ 5നെ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് എഴുതുമ്പോൾ 1,1 എന്നും 2,2 എന്നും കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6ാമത്തെ റിലേഷൻ എയിൽ നിന്ന് എയിലേക്ക് വീണ്ടും ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 6ാമത്തെ റിലേഷൻ പറയുന്നത് വേറൊന്നുമല്ല, എ കോമ ബി സച്ച് ദാറ്റ് സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 0. എയിൽ നിന്ന് ബി കുറയ്ക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 കിട്ടണം, 0നെ കാട്ടി വലുത് കിട്ടണം. നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ ആളായ 1,1ൽ എയും ബിയും എന്താണ്, 1 ആണ്. 1ൽ നിന്ന് 1 കുറച്ചാൽ, അതായത് എയിൽ നിന്ന് ബി കുറയ്ക്കുക എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ 1ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് 0 എന്ന് കിട്ടും. രണ്ടാമത്തെ ആളിൽ എയിൽ നിന്ന് ബി കുറച്ചാൽ, അതായത് 1ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് -1 കിട്ടും. മൂന്നാമത്തെ ആളിൽ 2ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് 1 എന്ന് കിട്ടും. രണ്ടാമത്തെ ആളിൽ 2ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് 0 എന്ന് കിട്ടും. ഇവിടെ 0നേക്കാൾ വലിയ ആൾ വരുന്നത് എവിടെയാണ്, ഈ 2,1ലെ. അപ്പോൾ ഈ 2,1 മാത്രമാണ് റിലേഷൻ നമ്പർ 6നെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ റിലേഷൻ 6ൽ നിന്ന് നമുക്ക് 2,1 എന്ന് മാത്രം റോസ്റ്റർ ഫോമിലേക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ 7ാമതായിട്ടും ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ 7ാമതായിട്ട് റിലേഷൻ പറയുന്നത് വേറൊന്നുമല്ല, റിലേഷൻ 7 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ ഇൻറ്റു ബി ഗ്രേറ്റർ ദാൻ 0. എ ഇൻറ്റു ബി 0നേക്കാൾ വലുതായിരിക്കണം. അതായത് ഇവിടെ എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 0നേക്കാൾ എന്തായിരിക്കണം, 0നേക്കാൾ വലുതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊന്ന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. ഇവിടെ എ ഇൻറ്റു ബി ചെയ്താൽ, അതായത് 1 × 1 ചെയ്താൽ നമുക്ക് 1 എന്ന് കിട്ടും. പിന്നെ രണ്ടാമത്തെ ആളായ 1,2നെ നമ്മൾ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ 2 എന്ന് കിട്ടും. പിന്നെ 2,1നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2 എന്ന് കിട്ടും. 2,2നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 2 നമുക്ക് 4 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാ പേരും എന്താണ്, 0നേക്കാൾ വലുതല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാ പേരും 0നേക്കാൾ വലുതാണ്. അങ്ങനെയാണെങ്കിൽ റിലേഷൻ 7നെ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് എഴുതുമ്പോൾ 1 1 എഴുതാൻ വേണ്ടി സാധിക്കും, 1 2 എഴുതാൻ വേണ്ടി സാധിക്കും, 2 1 എഴുതാൻ വേണ്ടി സാധിക്കും, പിന്നെ 2 2 തീർച്ചയായിട്ടും എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു റിലേഷനെ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നാൽ
റോസ്റ്റർ ഫോമിലേക്ക് എഴുതുന്നത്. എടാ അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. റിലേഷനിന്റെ പല ടൈപ്പുകളെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് തന്നെ നമുക്കുള്ളത് എം ടി റിലേഷൻ ആണ്. എം ടി റിലേഷൻ എന്താണെടാ എം ടി റിലേഷൻ? എ റിലേഷൻ ആർ ഇൻ സെറ്റ് എ ഈസ് കോൾഡ് ആൻ എം ടി റിലേഷൻ ഇഫ് റിലേഷൻ ആർ ഈസ് എ നൾ സെറ്റ്. അതായത് നമ്മുടെ റിലേഷൻ നൾ സെറ്റ് ആണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? എം ടി റിലേഷൻ എന്ന് പറയും. നമ്മുടെ റിലേഷൻ നൾ സെറ്റ് അഥവാ എം ടി സെറ്റ് ആണെങ്കിൽ നമ്മൾ ആ ഒരു റിലേഷനെ എന്തെന്ന് പറയും? എം ടി റിലേഷൻ എന്ന് പറയും. രണ്ടാമതായിട്ട് യൂണിവേഴ്സൽ റിലേഷൻ. എന്താണെടാ യൂണിവേഴ്സൽ റിലേഷൻ? വായിച്ചു നോക്കാം. A relation R in set A is called a universal relation if R equal to A cross A. R equal to A cross A. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന റിലേഷൻ നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റുകളുടെ ക്രോസ് പ്രോഡക്റ്റ് തന്നെയാണ്. എടാ നമ്മൾ എടുത്തിരിക്കുന്ന റിലേഷൻ എന്താണെടാ? എടാ നമ്മൾ എടുത്തിരിക്കുന്ന റിലേഷൻ നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റിന്റെ ക്രോസ് പ്രോഡക്റ്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ടൈം കൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ തുടർച്ചയായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത റിലേഷനിലേക്ക് പോകുമ്പോൾ നോക്കാൻ വേണ്ടിയിട്ടുള്ളത് റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. റിഫ്ലെക്സീവ് റിലേഷൻ വായിച്ചു നോക്കാം. എ റിലേഷൻ ആർ ഇൻ സെറ്റ് എ ഈസ് കോൾഡ് റിഫ്ലെക്സീവ് ഇഫ് എ കോമ എ ബിലോങ്സ് ടു ആർ ഫോർ എവരി സ്മോൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. അതായത് ഇവിടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് എന്താടാ? ഇവിടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് നമ്മുടെ സെറ്റ് ആണെടാ. സ്മോൾ എ എന്ന് പറയുന്നത് എന്താടാ? സ്മോൾ എ എന്ന് പറയുന്നത് ആ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്തുള്ള ആളാണ്ടാ. അതായത് എലമെന്റ് എന്ന് നമ്മൾ പച്ച ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, പിന്നെ ഇവിടെ എ റിലേഷൻ ആർ ഇൻ സെറ്റ് എ ഈസ് കോൾഡ് റിഫ്ലെക്സീവ് ഇഫ് എ കോമ എ എന്ന് പറയുന്നത് റിലേഷനിൽ ഉണ്ടായിരിക്കണം. മാത്രമല്ല സ്മോൾ എ എന്തായിരിക്കണം? അതായത് എലമെന്റ് സെറ്റിന്റെ അകത്തുള്ള ആളായിരിക്കണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ സെറ്റ് എ ഈക്വൽ ടു 1,2 എന്നെടുത്തു. ഓക്കെ, 1,2 എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ എ ക്രോസ് എ എഴുതിയല്ലോ. 1,1, 1,2, 2,1 ആൻഡ് 2,2. അതായത് ഇവിടെ എടുത്തിരിക്കുന്ന സെറ്റിലുള്ള എല്ലാ ആൾക്കാർക്കും അതിൻ്റെ തന്നെ റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കണം. അതായത് ഇവിടെ 1 നോക്കിയേ, 1 എടുത്താൽ അതിൻ്റെ തന്നെ റിഫ്ലക്ഷൻ, അതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ്, അതിൻ്റെ തന്നെ ഇരട്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഇവിടെ 1ന്റെ റിഫ്ലക്ഷൻ ആയിട്ടുള്ള 1,1 ഉണ്ടല്ലോ. 1,1 ഉണ്ട്, ദാണ്ട് കിടക്കുന്നു 1,1. അങ്ങനെയാണെങ്കിൽ 2 എടുത്തേടാ. 2 എടുത്താൽ അവിടെ എന്തുണ്ടായിരിക്കണം? 2ന്റെ റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കണം. അതായത് 2ന്റെ ട്വിൻ എലമെന്റ് ഉണ്ടായിരിക്കണം. 2,2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതെ, ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമെട്രിക് റിലേഷനിലേക്ക് പോകാം. എ റിലേഷൻ ആർ ഇൻ സെറ്റ് എ ഈസ് കോൾഡ് സിമെട്രിക് ഇഫ് എ കോമ ബി ബിലോങ്സ് ടു ആർ. എ കോമ ബി എന്ന് പറയുന്ന എലമെന്റ് നമ്മുടെ റിലേഷൻ ആറിൽ ഉണ്ടെങ്കിൽ ദെൻ ബി കോമ എ ഓൾസോ ബിലോങ്സ് ടു ആർ ആയിരിക്കണം. അതായത് ഇതിനെ ഉൾട്ടയാക്കുക, തിരിച്ചിടുക. എ കോമ ബിനെ തിരിച്ചിടുക, അതായത് ബി കോമ എ ആക്കുക. ഓക്കെ, എ കോമ ബി ആറിൽ ഉണ്ടെങ്കിൽ ഇതിനെ തിരിച്ചിട്ടാൽ ബി കോമ എയും എന്ത് ചെയ്തിരിക്കണം? ആറിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ആറിൽ ഉണ്ടായാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമെട്രിക് റിലേഷൻ. സിമെട്രിക് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതെ, ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. എന്താണ് ട്രാൻസിറ്റീവ് റിലേഷൻ? ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നോക്കിയേ. എ റിലേഷൻ ആർ ഇൻ സെറ്റ് എ ഈസ് കോൾഡ് ട്രാൻസിറ്റീവ് ഇഫ് എ കോമ ബി ബി കോമ സി ബിലോങ്സ് ടു ആർ. അതായത് എ കോമ ബിയും ബി കോമ സിയും നമ്മുടെ റിലേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? എ കോമ സിയും ഉണ്ടായിരിക്കണം. എ കോമ ബിയും ബി കോമ സിയും നമ്മുടെ റിലേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? അവിടെ എ കോമ സി ഉണ്ടായിരിക്കണം. അങ്ങനെ എ കോമ സി ഉണ്ടായാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ പോലെ ഒരു കാര്യമുണ്ട്. ഇവിടെ എ കോമ ബി ഉണ്ട്, എ കോമ ബി എന്ന് പറയുന്ന ആളുണ്ട്, പക്ഷേ ബി കോമ സി എന്ന് പറയുന്ന ആളില്ല. ഓക്കെ, ബി കോമ സി എന്ന് പറയുന്ന ആളില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ട്രാൻസിറ്റീവ് ആണോ അല്ലയോടാ? തീർച്ചയായിട്ടും ഇത് ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, തീർച്ചയായിട്ടും ഇത് ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, എ കോമ ബിക്ക് ബി കോമ സി വേണമെങ്കിൽ മതി, ബി കോമ സി വേണമെങ്കിൽ മതി എ കോമ സി ഉണ്ടാകുന്നത്. എടാ അങ്ങനെയാണെങ്കിൽ അതിനെയും നമ്മൾ എന്തെന്ന് പറയും? ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയും. ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇവിടെ എ കോമ ബി ഉണ്ട്, ബി കോമ സിയും ഉണ്ട്, എ കോമ ബിയും ബി കോമ സിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? എ കോമ സിയും ഉണ്ടായിരിക്കണം, എ കോമ സിയും ഉണ്ടായിരിക്കണം. ഓക്കെ, എടാ എ കോമ ബി ഉണ്ട്. ഓക്കെ, എ കോമ ബി ഉണ്ട്, പക്ഷേ എ കോമ ബിക്ക് ബി കോമ സി ഇല്ല. എ കോമ ബിക്ക് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. എ കോമ ബിക്ക് എന്തില്ലടാ? ബി കോമ സി ഇല്ല. എടാ അങ്ങനെയാണെങ്കിലും നമ്മൾ എന്തെന്ന് പറയും? ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയും. എടാ ഓക്കെ ആണല്ലോ? എടാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ എന്നെ അറിയിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ കമൻസിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട് അതിൽ കൂടെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം.
എടാ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ട്രാൻസിറ്റീവ് റിലേഷന് ചെറിയൊരു സംശയം വന്ന് കാണും. ട്രാൻസിറ്റീവ് റിലേഷൻ പാടല്ലേ എന്ന് നിങ്ങൾക്ക് ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണും. എടാ അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. എടാ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. നോക്കിക്കോ, ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എടാ എ കോമ ബിയും ബി കോമ സിയും നമ്മുടെ റിലേഷൻ ആറിലുണ്ടെങ്കിൽ ദെൻ എ കോമ സിയും അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, എടാ എ കോമ ബി മാത്രമുണ്ടെങ്കിലും അതെന്താടാ? ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, എടാ ബി കോമ സി ഇല്ലെങ്കിലും അതെന്താടാ? ട്രാൻസിറ്റീവ് ആണ്. എടാ എ കോമ ബി ഉണ്ടെങ്കിലും എടാ ബി കോമ സി ഇല്ലെങ്കിലും അതെന്താണ്ടാ? ട്രാൻസിറ്റീവ് ആണ്. എടാ ഇത്രയേ ഉള്ളൂടാ ട്രാൻസിറ്റീവ്. വെരി ഈസി ആണത്. ഓക്കെ, വെരി ഈസി ആണ്. എടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ടൈപ്പ് റിലേഷൻ എന്ന് പറയുമ്പോൾ ഇക്വലൻസ് റിലേഷൻ. എന്താണെടാ ഇക്വലൻസ് റിലേഷൻ? എ റിലേഷൻ ആർ ഇൻ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി ഇക്വലൻസ് ഇഫ് R is reflexive, R is symmetric and R is transitive. അതായത് നമ്മുടെ റിലേഷൻ റിഫ്ലെക്സീവുമാണ്, സിമ്മട്രിക്കുമാണ്, ട്രാൻസിറ്റീവുമാണെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. എടാ നമ്മുടെ റിലേഷൻ റിഫ്ലെക്സീവുമാണ്, സിമ്മട്രിക്കുമാണ്, ട്രാൻസിറ്റീവുമാണെങ്കിൽ എടാ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ റിലേഷൻ റിഫ്ലെക്സീവുമാണ്, സിമ്മട്രിക്കുമാണ്, ട്രാൻസിറ്റീവുമാണ്. ഇത് മൂന്നുമാണെങ്കിൽ ആ ഒരു റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി മുന്നിലുള്ളത് ചോദ്യങ്ങളാണ്. ഒരു 3 ചോദ്യം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എടാ ഇവിടെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് എ ഈക്വൽ ടു 1 2 3 4 അങ്ങനെ പോയി 14 വരെ, 1 മുതൽ 14 വരെയുള്ള ആൾക്കാരാണ് എയ്ക്കകത്തുള്ളത്. എടാ ആൻഡ് ആർ ബി എ റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ. അതായത് എയിൽ ഒരു റിലേഷൻ ആറിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. R equal to set of all ordered pair x comma y such that 3x minus y equal to 0. എടാ എന്താടാ 3x minus y equal to 0 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക, x comma y belongs to a. എക്സും വൈയും എന്തിലുണ്ടായിരിക്കണം? എയിൽ ഉണ്ടായിരിക്കണം. എടാ എക്സും വൈയും എയ്ക്കകത്തുള്ള ആൾക്കാരായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എ പാർട്ട് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താടാ? റൈറ്റ് ആർ ഇൻ റോസ്റ്റർ ഫോം. നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ, ആറിനെ റോസ്റ്റർ ഫോമിലാക്കുക, നമ്മുടെ റിലേഷനെ റോസ്റ്റർ ഫോമിലാക്കുക. എടാ ഇവിടെ എൽ എച്ച് എസിൽ കിടക്കുന്ന നെഗറ്റീവ് വൈ മൈനസ് വൈ ആർ എച്ച് എസിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അതായത് 3x ഈക്വൽ ടു നെഗറ്റീവ് വൈ ആർ എച്ച് എസിലേക്ക് പോകുമ്പോൾ എന്താവും? പോസിറ്റീവ് വൈ ആകും അല്ലേ? അപ്പോൾ 3x ഈക്വൽ ടു വൈ എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് എയ്ക്കകത്തുള്ള വാല്യൂസ് കൊടുക്കാം. എടാ അങ്ങനെ എക്സിൻ്റെ വാല്യൂ 1 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് y ഈക്വൽ ടു 3 × 1. എന്താടാ 3 × 1? 3 × 1 3 ആണ്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ വൈക്ക് നമുക്ക് എത്രയാണെന്ന് കിട്ടും? 3 ആണെന്ന് കിട്ടും. ഇനി എക്സിന് ഞാൻ 2 കൊടുക്കുന്നു, എയ്ക്കകത്തുള്ള 2 കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ 2 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്താണെന്ന് കിട്ടും? y ഈക്വൽ ടു 3 × 2. 3 × 2 എത്രയാണെന്ന് കിട്ടും? 6 ആണ്, 6 ആണെന്ന് നമുക്ക് കിട്ടും. എടാ ഇനി എക്സിന് ഞാൻ 3 കൊടുക്കുകയാണെടാ. എടാ എയ്ക്കകത്തുള്ള 3 കൊടുക്കുകയാണ്. എടാ എയ്ക്കകത്തുള്ള 3 കൊടുക്കുമ്പോൾ y ഈക്വൽ ടു 3 × 3 നമുക്ക് ആ 9 എന്ന് കിട്ടും. ഓക്കെ, എടാ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഞാൻ എയ്ക്കകത്തുള്ള 4 കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു 4 × 3, 4 × 3 നമുക്ക് 12 എന്ന് കിട്ടും. എടാ അടുത്തതായി ഞാൻ എക്സിൻ്റെ വാല്യൂ 5 കൊടുക്കുകയാണെന്ന് വെക്കുക. ശ്രദ്ധിക്കുക, എക്സിൻ്റെ വാല്യൂ ഞാൻ 5 കൊടുക്കുകയാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ വൈയുടെ വാല്യൂ എത്രയാണെന്ന് കിട്ടും? 3 × 5, 3 × 5 നമുക്ക് 15 എന്ന് കിട്ടും. എടാ ഈ 15 നോക്കിയടാ. എടാ ഈ 15 എയ്ക്കകത്തുണ്ടോ? നോക്കിയേ, 14 വരെയല്ലേ എയ്ക്കകത്തുള്ളൂ. അപ്പോൾ 15 എന്ന് പറയുന്നത് എയ്ക്കകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷൻ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. എടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആറിനെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതാം. ആറിനെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് എന്താണ്? എക്സിന് 1 കൊടുക്കുമ്പോൾ y 3 വരും അല്ലേ? അപ്പോൾ 1,3 വരും. എടാ അടുത്തതായി എക്സിന് 2 കൊടുക്കുമ്പോൾ വൈക്ക് എത്ര കിട്ടും? എക്സിന് 2 കൊടുക്കുമ്പോൾ വൈക്ക് 6 കിട്ടും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ എലമെന്റ് 2,6 ആയിട്ട് വരും. മൂന്നാമത്തെ എലമെന്റ് എക്സിന് 3 കൊടുക്കുമ്പോൾ വൈക്ക് എത്ര വരും? 9 എന്ന് വരും. എടാ നാലാമത്തെ എലമെന്റ് എക്സിന് 4 കൊടുക്കുമ്പോൾ വൈക്ക് 12 എന്ന് കിട്ടും. എടാ ഇത്രയേ ഉള്ളൂ. നിഷ്പ്രയാസമായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഇത് വലിയ സംഭവമൊന്നുമല്ല, ചെറിയൊരു സംഭവമാണ്. ഓക്കെ, റോസ്റ്റർ ഫോമിലേക്ക് എഴുതാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. എടാ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ക്വസ്റ്റ്യൻ 10 വർഷത്തിൽ 9 തവണ ഇത് ചോദിച്ചിട്ടുണ്ട്. 10 വർഷത്തിൽ 9 തവണ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് നിങ്ങളുടെ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. എടാ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെക്ക് വെദർ ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ആർ എന്ന് പറയുന്നത് ഇക്വലൻസ് റിലേഷൻ ആണോ അല്ലയോ ചെക്ക് ചെയ്ത് നോക്കുക എന്നതാണ് ബി പാർട്ട് ക്വസ്റ്റ്യൻ. എടാ അങ്ങനെയാണെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് റിഫ്ലെക്സീവ് റിലേഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. എടാ റിഫ്ലെക്സീവ് ആണെങ്കിൽ അവിടെ എ കോമ എ വേണ്ടേടാ. അതായത് എയ്ക്കകത്തുള്ള ആൾക്കാർക്ക്
അതിൻ്റെ തന്നെ റിഫ്ലക്ഷൻ വേണ്ടേ? ഇപ്പോൾ 1 എടുത്താൽ 1 1 ഉണ്ടായിരിക്കണം, 2 എടുത്താൽ 2 2 ഉണ്ടായിരിക്കണം, 3 എടുത്താൽ 3 3 ഉണ്ടായിരിക്കണം, 4 എടുത്താൽ 4 4 ഉണ്ടായിരിക്കണം. അങ്ങനെ അപ്പോൾ ഇവിടെ 1 എടുത്ത് 1 1 ഉണ്ടോ? 1 1 ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല? റിഫ്ലക്സീവ് റിലേഷൻ അല്ല. ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്. ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്. അടുത്തതായി ഈ ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എടാ ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മുടെ റിലേഷൻ്റെ അകത്തുള്ള ഒരു എലിമെൻറ്റിനെ എടുക്കുക. ഇപ്പോൾ ഞാൻ എടുക്കുന്നു 1,3 ആണെന്ന് എടുക്കുന്നു. ഓക്കെ, ഇവിടെ ഞാൻ 1,3 ആണെന്ന് എടുക്കുന്നു. ഈ ഒരു 1,3നെ തിരിച്ചിടുക. ഈ ഒരു 1,3നെ വെറുതെ അങ്ങ് തിരിച്ചിടുക. എടാ ഈ 1,3നെ തിരിച്ചിട്ടാൽ എന്തെന്ന് വരും? 1,3നെ തിരിച്ചിട്ടാൽ നമുക്ക് 3,1 എന്ന് വരും. എടാ ഈ 3,1 എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിൽ ഉണ്ടോടാ? എടാ 3,1 എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിൽ ഇല്ലടാ. എടാ അതുകൊണ്ട് തന്നെ ആർ ഈസ് നോട്ട് സിമ്മട്രിക് എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ, എടാ അടുത്തതായി നമുക്ക് ഈ ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു പേജിൽ എന്ത് ചെയ്യാണ്? ട്രാൻസിറ്റീവ് റിലേഷൻ്റെ കണ്ടീഷൻ എഴുതുകയാണ്. ഓക്കെ, എടാ ട്രാൻസിറ്റീവ് റിലേഷൻ്റെ കണ്ടീഷൻ എന്താടാ? എ കോമ ബിയും ബി കോമ സിയും നമ്മുടെ റിലേഷൻ ആറിലുണ്ടെങ്കിൽ അവിടെ എ കോമ സി ഉണ്ടായിരിക്കും. ഓക്കെ, എടാ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എ കോമ ബിയും ബി കോമ സിയും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് 1,3നെ എടുക്കുന്നു. ഓക്കെ, 1,3നെ എടുക്കുകയാണ്. ഈ 1,3യിൽ ബി എന്താണെടാ? 3 അല്ലേ? 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എലിമെന്റ് നമ്മുടെ റിലേഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. 3,9 3 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എ കോമ ബിയും നമ്മുടെ റിലേഷനിലുണ്ട്, ബി കോമ സിയും നമ്മുടെ റിലേഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ എ കോമ ബി എന്താടാ? 1,3 ആണ്. ബി കോമ സി എന്താടാ? 3,9 ആണ്. ഇത് രണ്ടും നമ്മുടെ റിലേഷൻ ആറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ എ കോമ സി, എ എന്ന് പറയുമ്പോൾ 1 ആണ്, സി എന്ന് പറയുമ്പോഴത്തേക്കും 9 ആണ്. എ കോമ സി നമ്മുടെ റിലേഷനിൽ ഉണ്ടോ? എടാ 1,9 എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിലുള്ള ആളാണോ? ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് 1,9നെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. ഈ ഒരു 1,9 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. എടാ അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻ ആർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ് എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. എടാ ഈ ഒരു റിലേഷൻ സിമ്മട്രിക്കും അല്ല, റിഫ്ലെക്സീവും അല്ല, ട്രാൻസിറ്റീവും അല്ല. Since the given relation is not reflexive, not symmetric and not transitive, അതായത് നമ്മുടെ റിലേഷൻ റിഫ്ലെക്സീവും അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. അങ്ങനെയാണെങ്കിൽ ഇത് എന്തല്ലടാ? ഇതൊരു ഇക്വലൻസ് റിലേഷൻ അല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ചെക്ക് വെദർ ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. നമ്മുടെ ഈ ഒരു റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാനാണ്. എടാ ഇത് എന്തല്ല? ഒരു ഇക്വലൻസ് റിലേഷൻ അല്ല. എടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ലെറ്റ് എ റിലേഷൻ ആർ ഓൺ ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. അതായത് ഇവിടെ ഇൻറ്റിജേഴ്സിന്റെ സെറ്റിലാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ റിലേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ ഒരു റിലേഷൻ എന്താണെന്ന് നോക്കാം. ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ സച്ച് ദാറ്റ് എക്സ് മൈനസ് വൈ ബിലോങ്സ് ടു ഇസഡ്. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റിജേഴ്സിന്റെ സെറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, മാത്രമല്ല എക്സ് കോമ വൈ ബിലോങ്സ് ടു ഇസഡ്. എക്സും വൈയും എന്തായിരിക്കണം? ഇൻറ്റിജർ ആയിരിക്കണം, ഇൻറ്റിജറിന്റെ സെറ്റിൽ വരുന്നതായിരിക്കണം. എടാ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഏതോ രണ്ട് എക്സും വൈയും തമ്മിൽ കുറച്ചപ്പോൾ നമുക്ക് ഇൻറ്റിജേഴ്സിലുള്ള ആളാണെന്ന് കിട്ടി എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് ആൻഡ് വൈ ക്യാൻ ബി എനി വാല്യൂസ് ഓൺ ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. ഓക്കെ, എടാ അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സും ഇൻറ്റിജർ ആയിരിക്കും, വൈയും ഇൻറ്റിജർ ആയിരിക്കും. എക്സും വൈയും ഇൻറ്റിജർ ആയിരിക്കും. എടാ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതോ രണ്ട് നമ്പർ എടുത്ത് സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇൻറ്റിജർ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത നമ്പേഴ്സും എന്തായിരിക്കും? ഇൻറ്റിജർ ആയിരിക്കും. എടാ ഇൻറ്റിജേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സിനെ കുറച്ചാലല്ലേ നമുക്ക് ഇൻറ്റിജർ ആയിട്ടുള്ള നമ്പർ ആൻസർ ആയിട്ട് കിട്ടത്തുള്ളൂ. അതെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സും ഇൻറ്റിജർ ആയിരിക്കും, വൈയും ഇൻറ്റിജർ ആയിരിക്കും. ഓക്കെ, എടാ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഇവിടെ എക്സിൽ നിന്ന് എക്സ് തന്നെ കുറയ്ക്കുകയാണ്. എക്സിൽ നിന്ന് എക്സ് തന്നെ കുറയ്ക്കുകയാണ്. എടാ എക്സ് എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റിജർ ആണല്ലോ. ആ സെയിം ഇൻറ്റിജറിനെ നമ്മൾ കുറച്ചു. എടാ നമ്മൾ എടുത്ത ഇൻറ്റിജർ എക്സ് ആണ്. ആ എക്സിൽ നിന്ന് എക്സിനെ തന്നെ കുറച്ചു. എടാ ഒരു നമ്പറിൽ നിന്ന് ആ നമ്പറിൽ തന്നെ കുറയ്ക്കുമ്പോഴത്തേക്കും എന്താണ് കിട്ടുന്നത്? നമുക്ക് കോഴിമുട്ട, അതായത് 0 എന്ന് കിട്ടും അല്ലേ? 0 എന്ന് കിട്ടും. എടാ ഈ 0 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻറ്റിജർ അല്ലേ? 0 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ അല്ലേ? അതെ, 0 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ബിലോങ്സ് ടു ഇസഡ്. അങ്ങനെയാണെങ്കിൽ എക്സ് കോമ എക്സ് ബിലോങ്സ് ടു ഇസഡ് എന്ന് എഴുതാം. എടാ ഈ എക്സ് കോമ എക്സ് ബിലോങ്സ് ടു ഇസഡിനെ നമ്മൾ എ കോമ എ ബിലോങ്സ് ടു ഇസഡ് എന്ന് എഴുതാമല്ലോ. എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണിത്? എടാ ഇതൊരു റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. ഇതൊരു റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. ഓക്കെ, ആർ ഈസ് റിഫ്ലെക്സീവ് എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും.
എടാ ഇനി നോക്കിയേ, എക്സ് മൈനസ് വൈ ബിലോങ്സ് ടു ഇസഡ് എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ് മൈനസ് വൈ ബിലോങ്സ് ടു ഇസഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എടാ അങ്ങനെയാണെങ്കിൽ എക്സ് കോമ വൈ ഓൾസോ ബിലോങ്സ് ടു ഇസഡ് ആണ്, അതും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സമ്മതിച്ചു. എടാ ഇതിന് ഞാൻ തിരിച്ചിടുന്നു. ഓക്കെ, അതായത് എക്സ് കിടക്കുന്ന സ്ഥാനത്ത് വൈയും വൈ കിടക്കുന്ന സ്ഥാനത്ത് എക്സും ഇടുന്നു. കാരണം എന്താണ്, അത് രണ്ടും എക്സും വൈയും ഇൻഡിജേഴ്സ് ആണ്. ഓക്കെ, എടാ വൈ മൈനസ് എക്സിനെ ഞാൻ ഇവിടെ ചെയ്യുന്നു. എന്താണ്, അങ്ങനെ ചെയ്താൽ അതും ഇസഡ് എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കത്തില്ലേ, അതായത് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സിൽ ഉണ്ടായിരിക്കത്തില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ 3യും 5ഉം എടുക്കുക, എക്സിനെ 3 ആയിട്ടും വൈനെ 5 ആയിട്ടും എടുക്കുക. ഓക്കെ, എടാ 3 മൈനസ് 5 എന്താണ്, -2 ആണ്. നേരെ തിരിച്ചിട്ട് സബ്ട്രാക്ട് ചെയ്യുക. 5 മൈനസ് 3 ഈക്വൽ ടു എന്താണ്, 2 ആണ്. എടാ ഇത് രണ്ടും എന്താണെടാ, ഇത് രണ്ടും ഇൻഡിജേഴ്സ് എന്ന് പറയുന്ന സെറ്റിലുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ വേണ്ടി സാധിക്കും? y, x ഓൾസോ ബിലോങ്സ് ടു ഇസഡ് ആണെന്ന് എഴുതാൻ വേണ്ടി സാധിക്കും. എടാ ഇവിടെ x, y ബിലോങ്സ് ടു ഇസഡ് ആണ്. ഇതിനെ തിരിച്ചിട്ട് നോക്കിയാൽ y, x ബിലോങ്സ് ടു ഇസഡ് ആണ്. എടാ a, b ബിലോങ്സ് ടു ഇസഡ് ആണ്. എടാ b, a ബിലോങ്സ് ടു ഇസഡ് ആണ്. എടാ ഇത് എന്തിന്റെ കണ്ടീഷനാണ്? ഇത് സിമ്മട്രിക്കിന്റെ കണ്ടീഷനാണ്, സിമ്മട്രിക്കിന്റെ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? ഹിയർ ആർ ഈസ് സിമ്മട്രിക് എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. എടാ ഇവിടെ അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ട്രാൻസിറ്റീവ്, എടാ ഇവിടെ ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ എടുത്തതുപോലെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആളെ എടുക്കുകയാണ്. എക്സ് മൈനസ് വൈ ബിലോങ്സ് ടു ഇസഡ് ആണെങ്കിൽ അവിടെ എക്സും വൈയും ഓൾസോ ബിലോങ്സ് ടു ഇസഡ് ആയിരിക്കും. എടാ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് രണ്ട് ഇൻഡിജേഴ്സിനെ എടുത്ത് സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നതാണ്. എടാ അങ്ങനെ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന ആൻസറും എന്തായിരിക്കും? കിട്ടുന്ന ആൻസറും ഒരു ഇൻഡിജർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും എന്താണെടാ, ഒരു ഇൻഡിജർ ആണ്. ഓക്കെ, എടാ ഇവിടെ ഞാൻ ഇൻഡിജേഴ്സിന്റെ സെറ്റിൽ വരുന്ന വേറെ ഒരാളെയും ഞാൻ എടുത്തു. ഓക്കെ, ഇസഡിനെ ഞാൻ എടുത്തു, ഇസഡ് അതായത് സ്മോൾ ലെറ്റർ സെഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൈയിൽ നിന്ന് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് എടുത്ത സ്മോൾ ലെറ്റർ സെഡിനെ കുറയ്ക്കുന്നു. അതും എന്താണ്, സ്മോൾ ലെറ്റർ ഇസഡും ഒരു ഇൻഡിജർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൈ മൈനസ് ഇസഡും എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സിലുള്ള എലമെന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തെന്ന് എഴുതാം? y, z ബിലോങ്സ് ടു സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ആയ സെഡിൽ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ, എടാ എക്സ്, വൈ ബിലോങ്സ് ടു സെഡ് ആണ്, y, z ബിലോങ്സ് ടു സെഡ് ആണ്. എടാ അങ്ങനെയാണെങ്കിൽ എക്സ്, z ബിലോങ്സ് ടു സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ആണോ അല്ലയോ എന്ന് നോക്കണ്ടേ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എടാ എക്സ് എന്ന് പറയുന്നതും ഒരു ഇൻഡിജർ ആണ്, സ്മോൾ ലെറ്റർ z എന്ന് പറയുന്നതും എന്താണ്, ഒരു ഇൻഡിജർ ആണ്. അങ്ങനെ ഇവർ തമ്മിൽ കുറച്ചാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? ഇൻഡിജേഴ്സിലുള്ള ഒരാളെ തന്നെ കിട്ടും. സോ എക്സ്, z ബിലോങ്സ് ടു സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് നമുക്ക് എഴുതാം. എടാ ഇവിടെ എന്തൊക്കെയുണ്ട്? എക്സ്, വൈ ബിലോങ്സ് ടു സെഡ്, y, z ബിലോങ്സ് ടു സെഡ്. അങ്ങനെയാണെങ്കിൽ എക്സ്, z ബിലോങ്സ് ടു സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ആണെന്ന് കിട്ടിയില്ലേ? കിട്ടി. അങ്ങനെയാണെങ്കിൽ ആർ ഈസ് ട്രാൻസിറ്റീവ് ആണെന്ന് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. എ റിലേഷൻ ആർ ഈസ് ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് n. അതായത് ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റായ എന്നിലാണ് നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. ആർ ഈക്വൽ ടു എക്സ്, വൈ സച്ച് ദാറ്റ് y ഈക്വൽ ടു എക്സ് പ്ലസ് 5. y എന്ന് പറയുന്നത് എക്സിന്റെ കൂടെ 5 കൂട്ടുക എന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ വേറൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ 4. എക്സ് ലെസ് ദാൻ 4 ആണ്. എക്സിന്റെ തുക, എക്സിന്റെ വാല്യൂ 4നെയും കാട്ടി 4നെയും കാട്ടി ചെറുതായിരിക്കണം. വൈയുടെ കേസ് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? വൈയുടെ കേസ് ഇവിടെ പറഞ്ഞിട്ടില്ല. സോ y ക്യാൻ ബി എനി വാല്യൂസ് ഓൺ ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. y എന്ന് പറയുന്നത് അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിലുള്ള ഏതാൾ വേണമെങ്കിലും ആകാം. അങ്ങനെയാണെങ്കിൽ ഇതൊരു സെറ്റ് ബിൽഡർ ഫോമിലല്ലേ തന്നിരിക്കുന്നത്? അതെ, സെറ്റ് ബിൽഡർ ഫോമിലാണ് ഇത് തന്നിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? റോസ്റ്റർ ഫോമിലോട്ട് എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? ചെക്ക് വെദർ ആർ ഈസ് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാനാണ്. റിഫ്ലെക്സീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ട, സിമെട്രിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ട, പക്ഷേ ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എടാ നമുക്ക് നോക്കാം. എടാ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ എന്താണ്? y ഈക്വൽ ടു എക്സ് പ്ലസ് 5. അതായത് എക്സ് പ്ലസ് 5 ഈക്വൽ ടു y എന്ന് ഞാൻ എഴുതി, നേരെ തിരിച്ചെഴുതി, കുഴപ്പമില്ല. ഇനി എക്സിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ y ഈക്വൽ ടു 1 പ്ലസ് 5 ആൻസർ 6 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 2 എന്ന് കൊടുക്കുമ്പോൾ y ഈക്വൽ ടു 2 പ്ലസ് 5 ആൻസർ 7 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 3 എന്ന് കൊടുക്കുമ്പോൾ y ഈക്വൽ ടു എന്തെന്ന് കിട്ടും? y ഈക്വൽ ടു 3 പ്ലസ് 5 ആൻസർ 8 എന്ന് കിട്ടും. ഇനി എക്സിൻ്റെ വാല്യൂ 4 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എക്സ് ലെസ് ദാൻ 4 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആറിനെ നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് എഴുതാം.
എക്സിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 6 ആണ്, എക്സിൻ്റെ വാല്യൂ 2 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 7 ആണ്, എക്സിൻ്റെ വാല്യൂ 3 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 8 ആണ്. സോ ദിസ് ഈസ് ദ റോസ്റ്റർ ഫോം ഓഫ് അവർ റിലേഷൻ. ഇതാണ് നമ്മുടെ റിലേഷൻ്റെ റോസ്റ്റർ ഫോം. എടാ ഇനി നമുക്ക് ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. എടാ ഇവിടെ ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ A, B എന്ന് പറയുന്ന ഒരാളെ എടുക്കുന്നു. ഓക്കെ, അതായത് ഞാൻ ഇവിടെ 1,6 ഫോർ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നു. എടാ ഇവിടെ 1,6 എടുത്താൽ 6 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എലമെന്റ് ഉണ്ടോ? അവിടെ ഇല്ല. 6 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എലമെന്റിനെ പോലും നമുക്ക് ഈ ഒരു റിലേഷനിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതല്ല. എടാ 2,7 എടുത്താലോ? 2,7 എടുത്താലും 7 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എലമെന്റിനെ പോലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതല്ല. 3,8 എടുത്തിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല. 8 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എലമെന്റിനെ കാണാൻ വേണ്ടി സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ആൻസർ എന്തായിട്ട് എഴുതാം? ഫോർ A, B. A, Bക്ക് there is no B, C. A, Bക്ക് B, C ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്? എടാ അതുകൊണ്ട് തന്നെ ഇത് ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. എടാ നമ്മൾ നേരത്തെ ഈ ഒരു ട്രാൻസിറ്റീവ് റിലേഷന്റെ കേസ് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ട്രാൻസിറ്റീവ് റിലേഷന്റെ കേസ് പറഞ്ഞത് എന്താണ്? A, Bക്ക് B, C ഉണ്ടെങ്കിൽ മതി A, C. എടാ A, Bക്ക് B, C ഉണ്ടെങ്കിൽ മതി A, C. B, C ഇല്ലെങ്കിലും അതെന്താണ്? ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. എടാ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻ എന്തായിട്ട് മാറും? ഈ ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് റിലേഷൻ ആയിട്ട് മാറും. ട്രാൻസിറ്റീവ് റിലേഷൻ ആയിട്ട് മാറും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഈ ഒരു വീഡിയോയുടെ സ്ലൈഡ്സ് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡ്സ് അവൈലബിൾ ആകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ക്ലാസ്മേറ്റിനും നിങ്ങളുടെ കൂടെ +2 പഠിക്കുന്ന എല്ലാ പേർക്കും എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കൂടെ പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.